ഗൈസ്, ഞാൻ കുറേ ദിവസം കൊണ്ട് അമ്മയടുത്ത് പറയാണ് സാൻഡ്വിച്ച് ഉണ്ടാക്കി തരാൻ. അപ്പം അമ്മ പറഞ്ഞു ഇന്നുണ്ടാക്കി തരാം. അതിൻ്റെ ഒരു റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോ ആയിട്ട്. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. നമ്മളിന്ന് മയോനൈസ് ഉണ്ടാക്കാൻ പോവുകയാണ്. അങ്ങനെ നമ്മൾ ഹോം മെയ്ഡ് മയോനൈസ് ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് 2-3 അല്ലി വെളുത്തുള്ളി എടുക്കുന്നുണ്ട്. പിന്നീട് നമ്മുടെ മുട്ടയുടെ വൈറ്റ് ഉണ്ടല്ലോ, അത് ബോയിൽ ചെയ്ത് എടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് സൺഫ്ലവർ ഓയിലും കുറച്ച് ഉപ്പും കൂടി ഇടുന്നുണ്ട്. ആ ഒരു രീതിയിൽ എടുക്കാൻ പറ്റും. അതിൻ്റെയൊക്കെ നമ്മൾ നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അടിപൊളി മയോനൈസ് ആയിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്ക് മാത്രമല്ല, പൊന്നൂനും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടെ. അപ്പോൾ ആ ഒരു സാധനം ഇവിടെ റെഡിയായി. ഇനി നമുക്ക് വേണ്ട സാധനം എന്നൊക്കെ നോക്കിയാലോ. അതിന് വേണ്ടിയിട്ടുള്ള സാധനമാണ് ഒരു കുക്കുംബർ, 2 ക്യാരറ്റ്, 1 ഓണിയൻ, ഒരു സവാള, ടൊമാറ്റോ, ഇത് ഇത്രയും നമുക്ക് പീൽ ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയും സാധനങ്ങൾ നമുക്കൊന്ന് ചോപ്പ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ചോപ്പറിൽ വെച്ചിട്ട് ചോപ്പ് ചെയ്തെടുക്കാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മുടെ പൊന്നും കൂടി ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ട്. അവൾക്ക് ഇഷ്ടപ്പെട്ട സാധനമാണ് ഉണ്ടാക്കുന്നതെങ്കിൽ അവളും കൂടി വന്ന് ഹെൽപ്പ് ചെയ്യാറുണ്ട്. അല്ലാത്തതാണെങ്കിൽ അവൾ തിരിഞ്ഞു പോലും ഈ ചോപ്പറിലിട്ട് ചോപ്പ് ചെയ്തെടുക്കും. നമ്മുടെ പണി പെട്ടെന്ന് കഴിയിക്കാൻ വേണ്ടിയിട്ട് കൂടി മാത്രമല്ല, കുറച്ച് ടേസ്റ്റും കൂടി ആയിരിക്കും ഇങ്ങനെ ചോപ്പ് ചെയ്തെടുക്കുക. നമ്മൾ എത്ര അരിഞ്ഞാലും ഈ ഒരു ചോപ്പ് ചെയ്യുന്നതിൻ്റെ അത്ര ഒരു കുഞ്ഞായിട്ട് വരത്തില്ലല്ലോ. എനിക്ക് കിട്ടാറില്ല കേട്ടോ. അങ്ങനെ ഇല്ല എന്നല്ല, പക്ഷേ എനിക്ക് പറ്റത്തില്ല. അപ്പോൾ നമ്മൾ ആ സമയത്ത് നമ്മുടെ കുക്കുമ്പർ ഉണ്ടല്ലോ, ചോപ്പ് ചെയ്തപ്പോഴത്തേക്കും ഭയങ്കരമായിട്ടും ചതഞ്ഞു പോയി. അതെനിക്ക് ഇടേണ്ടിയിരുന്നില്ല എന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു. ബാക്കിയൊക്കെ അടിപൊളിയായിരുന്നു. ചോപ്പ് ചെയ്തപ്പോൾ അടിപൊളിയായിരുന്നു. പിന്നെ ഞാൻ നമ്മുടെ ടൊമാറ്റോയും ചോപ്പ് ചെയ്തില്ല, അല്ലാതെ കൈകൊണ്ട് തന്നെയാണ് കട്ട് ചെയ്തത്. അങ്ങനെ നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഒരു കാര്യം മനസ്സിലായത്. ഇത്രയും വെജിറ്റബിൾസിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല, ഇത് ഒരുപാടായിപ്പോയി കേട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ ഈ ഒരു വെജിറ്റബിൾസിലിട്ട് കുറച്ച് ഉപ്പും കുറച്ച് പെപ്പർ പൗഡറും കൂടെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തു സമയം ഞാൻ പറഞ്ഞില്ല ഇത്രയും ആവശ്യം ഉണ്ടായിരുന്നില്ല. എൻ്റെ കയ്യിൽ ആകെ ഒരു 6 സ്ലൈസ് ബ്രെഡ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം അതിനെന്തായാലും ഇത്രയും ആവശ്യമില്ലല്ലോ. പിന്നെ കളയാനൊന്നും പോയില്ല. രാത്രി ഞാനും പൊന്നും കൂടെ ഒരു സലാഡ് പോലെ ഇരുന്ന് കഴിച്ചിട്ട് അടിപൊളിയായിരുന്നു കേട്ടോ. വേറെ ടേസ്റ്റ് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. നല്ല ടേസ്റ്റായിരുന്നു. ചുമ്മാ ഇങ്ങനെ കോരി കഴിക്കാനൊക്കെ കൊള്ളായിരുന്നു. പിന്നീടാണ് ഒരു കാര്യം മനസ്സിലായത്. നമ്മുടെ മയോനൈസ് ഉണ്ടല്ലോ, അതും വളരെ കുറഞ്ഞു പോയേട്ടോ ഉണ്ടാക്കിയപ്പോഴത്തേക്കും. അത് ഞാൻ 2 എഗ്ഗാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ആദ്യമായിട്ട് ഉണ്ടാക്കിയത് കൊണ്ടാവും അതിൻ്റെ ക്വാണ്ടിറ്റിയുടെ ഒന്നും അളവ് എനിക്ക് അറിയില്ല. ഇനി അടുത്തുണ്ടാക്കുമ്പോൾ കുറച്ചുകൂടെ കൂടുതൽ എടുക്കാം കേട്ടോ. അങ്ങനെ പിന്നെ ഞാൻ ഇത്രയും വെജിറ്റബിൾസിൻ്റെ കൂടെ ഇടുകയാണെങ്കിൽ ഒട്ടും തികയില്ല. അതുകൊണ്ട് നമുക്ക് ആവശ്യത്തിന് വേണ്ടിയിട്ട് എടുത്ത് വെജിറ്റബിൾസ് എല്ലാം കൂടെ മിക്സ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ അത് മാറ്റി വെച്ച് മിക്സ് ചെയ്തിട്ട് പിന്നെ നമുക്ക് നമ്മുടെ ബ്രെഡ് ഉണ്ടല്ലോ, അതിൻ്റെ 4 സൈഡിലുള്ള ഈ ഒരു ബ്രൗൺ ഷെയ്ഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. വെറുതെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ്. അത് ഇരുന്നെന്ന് പറഞ്ഞിട്ട് വേറെ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ അത് ഞാൻ കുഞ്ഞും കഴിച്ചൊക്കെ വേറെ വലിയ കുഴപ്പമൊന്നുമില്ല, ചുമ്മാ. പിന്നെ നമ്മുടെ അത് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുകയാണ്. അങ്ങനെ നമ്മൾ ബ്രെഡിലോട്ട് നമ്മുടെ ഈ ഒരു വെജിറ്റബിൾസിൻ്റെ ആ ഒരു മിക്സ് എല്ലാം കൂടി ഇതിനകത്തോട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് വയ്ക്കാം. അതിനുശേഷം നമുക്ക് അതിൻ്റെ പുറത്ത് കുറച്ച് സോസ് എന്തെങ്കിലുമൊക്കെ ഒഴിച്ച് കൊടുക്കാം കേട്ടോ, ടൊമാറ്റോ സോസോ. അപ്പോൾ ഞാൻ ഇവിടെ എടുത്തേക്കുന്നത് നമ്മൾ പിസ്തയൊക്കെ ഉണ്ടാക്കുന്ന സോസ് ഉണ്ടല്ലോ, അപ്പോൾ അതാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതും കൂടെ വെച്ചിട്ട് വേറൊരു സ്ലൈസ് ബ്രെഡ് അതിൻ്റെ മുകളിൽ വെച്ച് ഒന്ന് നമ്മുടെ ദോശക്കല്ലിൽ വെച്ചൊന്ന് ചൂടാക്കി എടുക്കുമ്പം അടിപൊളി ടേസ്റ്റ് ആയിരിക്കും എന്നുള്ള ഊഹത്തിൽ ചെയ്തതാണ്. പക്ഷേ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഉണ്ടാക്കിയപ്പോഴത്തേക്കും അടിപൊളിയായിരുന്നു. പൊന്നിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, എനിക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആ ഒരു വെജിറ്റബിൾസൊക്കെ നമുക്ക് ചുമ്മാ വെറുതെ കഴിക്കുകയാണെങ്കിൽ ആരും കഴിക്കില്ല കേട്ടോ. അപ്പോൾ ഇത് ഇങ്ങനെ കൊടുത്തപ്പോഴത്തേക്കും പൊന്നു ഭയങ്കരമായിട്ട് കഴിക്കുകയും ചെയ്തു. അവൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നേ. അപ്പോൾ കണ്ടില്ലേ, നല്ല അടിപൊളിയായിരുന്നു, നല്ല ക്രിസ്പി ആയിട്ട് ഉണ്ടായിരുന്നു. ഇനി നമുക്കിതിനൊന്ന് കട്ട് ചെയ്ത് എടുക്കുകയാണെങ്കിൽ സാൻഡ്വിച്ചിൻ്റെ അതേ ഒരു മെത്തേഡിലൊക്കെ കിട്ടും. അപ്പം എന്തായാലും നമ്മുടെ തട്ടിക്കൂട്ട് സാൻഡ്വിച്ച് ഇവിടെ അടിപൊളിയായിട്ടുണ്ട്. അങ്ങനെ നമ്മൾ കട്ട് ചെയ്ത് ഫസ്റ്റ് പൊന്നൂന് തന്നെ കൊടുത്തിട്ട് കുറച്ച് ഡെക്കറേഷൻ എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്നാണ് വിചാരിച്ചു. ഞാൻ ടൊമാറ്റോയോ സവാളയൊക്കെ ഒന്ന് റൗണ്ട് ഷേപ്പ് വെച്ച് ചെയ്യാമെന്നൊക്കെ വിചാരിച്ചു. പക്ഷേ പൊന്നൂനാണെങ്കിൽ അതിൻ്റെ ക്ഷമയൊന്നുമില്ല. അവൾക്ക് എത്രയും പെട്ടെന്ന് കഴിച്ചാൽ മതി എന്നായി. അങ്ങനെ ഉണ്ടാക്കി കൊടുത്തപ്പോഴത്തേക്കും പൊന്നൂന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, എനിക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു.